ഹലോ ഗൈസ്, ഇന്ന് നമുക്കില്ലേ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടല്ലോ നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യലാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഫിഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് മീനാണോ ആ ഒരു മീൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇച്ചിരി വലിയ മീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇത് അയക്കൂറയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വട്ടത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒന്ന് പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കൈവച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് മസാല പെരക്കാം കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് മസാല ഫുള്ളായിട്ട് തന്നെ പെരക്കുമ്പം ചിലപ്പോൾ മീൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വലിയ മീനാണല്ലോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പം വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ഓരോരോ പീസാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ മസാല പുരട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പച്ച മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കൂട് വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനാൽ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി വേണ്ടത് സവോളയാണ്. ഞാനിപ്പം 6 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ അരിയണം കേട്ടോ. അപ്പം ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു സവാള നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് 5 സവാള നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കണം. പിന്നെ വേണ്ടത് 3 തക്കാളിയാണ്. വലിയ തക്കാളി 3 എണ്ണം എടുക്കാം കേട്ടോ. അപ്പം 6 സവാളയിൽ 5 സവാള മസാലക്കാണ്, ഒരു സവാള നമ്മൾ പിസ്ത ഉണ്ടാക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഫ്രൈ പാനിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ എന്താ പറയുക തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും അപ്പുറവും ഇപ്പുറവും വേവിച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ പൊരിച്ച എണ്ണ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ മീൻ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ ഫ്രൈ പാനിൽ എടുത്തുകൊണ്ട് ഈ ഒരു മസാല ഉണ്ടാക്കുന്ന പാത്രത്തിൽ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പൊരിച്ച ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. 5 സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. അതിനുശേഷം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പച്ച മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതാണ് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. നല്ലോണം സോഫ്റ്റ് ആവണം. അതുപോലെ തന്നെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരും കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം.
അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. നമ്മളിതിൽ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും തുറന്ന് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു അരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു പിടി പുതിനയിലയും മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ പുതിനയിലയും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ജസ്റ്റ് ഒന്ന് ഒരുമിച്ചിട്ടെടുത്തിട്ട് ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഈ ഒരു പരുവാവണം കേട്ടോ നമ്മുടെ മസാല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്. അതും കൂടി ഇതിൻ്റെ മേലിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ നല്ലൊരു ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങിക്കോളും. അങ്ങനെ നമ്മുടെ മീൻ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ചോറെടുക്കുമ്പം പ്രത്യേകിച്ച് നമ്മൾ മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അരി തന്നെയാണ്. നമ്മൾ കൈമ അരിയാണ് എടുക്കേണ്ടത് കേട്ടോ. ജീരകശാല റൈസ്. അപ്പോൾ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാം. 3 കപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് കഴുകിയാൽ മതിയാകും. ഇനി നമ്മളൊരു ബിരിയാണി പോട്ട് എടുക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് എന്താ പറയുക വറുത്തെടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റൈസിൽ മേലയിൽ ഇട്ട് കൊടുക്കാനാണ് ഈ ഒരു പിസ്ത. അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അരി വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു 3 ഏലക്ക ഇതും കൂടി ചേർത്തിട്ട് ഒരു സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സ്പൈസസ് ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മളിതാ കഴുകി വെച്ചിട്ടുള്ള 3 കപ്പ് ജീരകശാല റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കൈവിടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇളക്കിയെടുക്കണം. നമ്മളിത് എന്താ പറയുക ഇളക്കാണ്ട് നിൽക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു 5 മിനിറ്റ്. അങ്ങനെ നല്ലൊരു മൂത്ത മണം വരും നല്ല റൈസിൻ്റെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 3 കപ്പിന് 4.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് നല്ലോണം നോക്കണം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് നമ്മൾ കുറച്ച് ജാസ്തി ഇടണം. നമ്മൾ റൈസ് വേവിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പാകം കിട്ടൂല കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നല്ലൊരു തിള വരുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് വേവിച്ചിട്ട് ഇത് മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ അടിയിൽ നിന്നൊക്കെ ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ടാകുന്ന റൈസ് ആട്ടോ ഈ ഒരു ജീരകശാല റൈസ്. അതുകൊണ്ട് നമ്മൾക്ക് കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതുമില്ല കേട്ടോ, പ്രശ്നവുമില്ല. കാരണം നമ്മളിത് അരി വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നോടൊന്നും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നവുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. അതുകൊണ്ട് തന്നെ റൈസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി പോട്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പകുതി മസാല ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പം ഒരു 3 പീസ് മീൻ ഫ്രൈ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത്
റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 ലെയറിലായിട്ടാണ് ദമ്മിടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചോറ് വെച്ചിട്ട് സെറ്റാക്കി. ഇനി നമുക്കിതിലോട്ട് യെല്ലോ കളർ ഇട്ട് കൊടുക്കണം. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ മഞ്ഞ കളർ ഇട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി മഞ്ഞ വെള്ളം ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2 നുള്ളി ഗരം മസാല പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിതാ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, ഉള്ളി വറുത്തത്, അത് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും മീൻ്റെ മസാല ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ചോറിൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മീൻ മസാലേൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് റൈസും കൂടി ഇട്ടിട്ട് ഒന്ന് പെരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് റൈസ് എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ റൈസും കൂടി അതിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ബിരിയാണി കേട്ടോ ഇത്. ഞാൻ ഒരു തലശ്ശേരിക്കാരിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ബിരിയാണിൻ്റെ ടേസ്റ്റ് എങ്ങനത്തെ കിടക്കും. നല്ല ബെസ്റ്റ് ബിരിയാണിയാണിത്. ഇതെന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ റൈസ് മൊത്തമായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മഞ്ഞവെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 നുള്ളി ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടാൻ പാടില്ല, ഒരു 2 നുള്ളി. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോള ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയില അതും കൂടി ഇതിൻ്റെ മേലിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ ഒരു പിടി. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മീനുണ്ടല്ലോ 3 പീസും അത് ഇതിൻ്റെ മേലിൽ ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം, അതായത് ദമ്മിടണം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ സംഭവിക്കുക, അടിപൊളി ഒരു മണം വരും കേട്ടോ. മൂക്കിലിങ്ങനെ അടിച്ച് കയറും ആ ഒരു മീൻ ബിരിയാണിൻ്റെ മണം. അതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗമാണ്, സ്വർഗ്ഗം, വേറൊന്നും വേണ്ട. അങ്ങനെ നമ്മളിത് ദമ്മ് പൊട്ടിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. കാരണം ഒട്ടും ഫ്ലോപ്പ് ആവാണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.